ഭൂമിയിലെ ഏറ്റവും വലിയ മിസ്റ്ററി എന്താണെന്ന് പലരും ചോദിക്കും. ചിലർ പറയും സ്പേസ് ആണ്, ചിലർ പറയും അത് ഏലിയൻസ് ആണ്, ചിലർ പറയും ടൈം ട്രാവൽസ് ആണ്. പക്ഷേ യാഥാർത്ഥ്യം വേറെയാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ മിസ്റ്ററി എന്ന് പറയുന്നത് നമ്മുടെ കാലിന് കീഴിലുള്ള സമുദ്രമാണ്. കാരണം ഭൂമിയുടെ ഏകദേശം 70% ഭാഗവും വെള്ളമാണ്. പക്ഷേ അതിൻ്റെ ആഴങ്ങളിൽ വലിയൊരു ഭാഗം ഇന്നും മനുഷ്യൻ നേരിട്ട് കണ്ടിട്ടില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നാം ചന്ദ്രനിൽ പോയി, മാഴ്സിലേക്ക് മെഷീൻസ് അയച്ചു. പക്ഷേ നമ്മുടെ സ്വന്തം കടലിൻ്റെ ആഴങ്ങളിൽ ഇന്നും ഇരുട്ടാണ്. അവിടെ എന്തുണ്ട്? ജീവികളോ, പുരാതന രഹസ്യങ്ങളോ, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ശബ്ദങ്ങളോ? 1997 ഒരു ശബ്ദം ലോകത്തെ ഈ ചോദ്യം ചോദിപ്പിച്ചു. ബ്ലൂ ആദ്യമായി രേഖപ്പെടുത്തിയ ദിവസം വർഷം 1997. പസഫിക് ഓഷനിൽ പല ഭാഗങ്ങളിലും ശാസ്ത്രജ്ഞർ അണ്ടർ വാട്ടർ മൈക്രോഫോൺ സ്ഥാപിച്ചിരുന്നു. ഇവ സാധാരണ മൈക്രോഫോൺസ് അല്ല, ഹൈഡ്രോഫോൺസ് ആയിരുന്നു. വെള്ളത്തിനടിയിലെ ദൂരെ നിന്നുള്ള ശബ്ദങ്ങൾ പോലും കേൾക്കാൻ കഴിയുന്ന ഉപകരണങ്ങൾ. ഇവയുടെ ജോലി ഭൂകമ്പങ്ങൾ കണ്ടെത്തുക, അണ്ടർ വാട്ടർ വോൾക്കാനോ ആക്ടിവിറ്റി മനസ്സിലാക്കുക, സബ്മറൈൻ മൂവ്മെൻറ്റ്സ് കേൾക്കുക, അൺനോൺ സൗണ്ട്സ് രേഖപ്പെടുത്തുക എന്നതായിരുന്നു. ഒരു ദിവസം അവയ്ക്ക് ഒരു അസാധാരണ സിഗ്നൽ കിട്ടി. ആ ശബ്ദം ലോ ഫ്രീക്വൻസി ആയിരുന്നു. മനുഷ്യജീവിക്ക് നേരിട്ട് കേൾക്കാൻ പോലും പറ്റില്ല. പക്ഷേ മെഷീൻ റെക്കോർഡ് ചെയ്തു. ശാസ്ത്രജ്ഞർ ആ വേവ് ഫോം കണ്ടപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടു. അവർ അതിന് ഒരു പേര് നൽകി, ദ ബ്ലൂ. എന്തുകൊണ്ടത് ഭയപ്പെടുത്തി? ദ ബ്ലൂ സാധാരണ വെയിൽ കോൾസ് അല്ല, അതായത് തിമിംഗലത്തിന്റെ ശബ്ദം പോലെയല്ല, സബ്മറൈൻ എഞ്ചിൻ പോലെയല്ല, ഐസ് ക്രാക്ക് പോലെ ഉടനെ തിരിച്ചറിയാനായില്ല. അതിന്റെ പവർ വളരെ കൂടുതലായിരുന്നു. ഇത് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള സെൻസേഴ്സ് പോലും കേട്ടു. അതായത് ആ ശബ്ദമുണ്ടാക്കിയ സോഴ്സ് വളരെ വലുതായിരിക്കണം. ഇവിടെ നിന്നാണ് ലോകം ഭയന്നത്. കാരണം കടലിൽ നിന്ന് വരുന്ന ആ ശബ്ദം, പക്ഷേ സോഴ്സ് അറിയില്ല. അപ്പോൾ ഹെഡ്ലൈൻസ് വന്നു തുടങ്ങി. മോൺസ്റ്റർ സൗണ്ട് ഫ്രം ഓഷ്യൻ, അൺനോൺ ക്രിയേച്ചർ, സീ ജയന്റ് വെയ്ക്സ് അപ്പ്. ചില ശാസ്ത്രജ്ഞർ ആദ്യം വിചാരിച്ചത് ഇത് വലിയ തിമിംഗലത്തിന്റെ ശബ്ദമാകാം. ബ്ലൂ വെയിൽ പോലുള്ള ജീവികൾ വളരെ ശക്തമായ ലോ ഫ്രീക്വൻസി കോൾസ് ഉണ്ടാക്കും. അവ കിലോമീറ്ററുകൾ അകലേക്കും പോകും. പക്ഷേ പ്രശ്നമെന്തായിരുന്നു? ദ ബ്ലൂ പാറ്റേൺ. വെയിൽ സൗണ്ട് പോലെ ആവർത്തനമില്ല. അതിന്റെ റൈസ് ആൻഡ് ഫോൾ വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് നോൺ വെയിൽ സ്പേഷ്യസ് അല്ല എന്ന് പലരും കരുതി. മെഗാലഡോൺ തിയറി. അപ്പോൾ ഇന്റർനെറ്റ് ഒരു പേര് വീണ്ടും ഉയർത്തി, മെഗാലഡോൺ. ചരിത്രത്തിലെ ഭീമൻ ഷാർക്ക്, വളരെ പഴയ കാലത്ത് ജീവിച്ചിരുന്ന പ്രിഡേറ്റർ. അത് എക്സ്റ്റിൻറ്റായെന്ന് സയൻസ് പറയുന്നു. പക്ഷേ കോൺഫറൻസ് ലോകം ചോദിച്ചു, ആഴക്കടലിൽ ചിലത് ജീവിച്ചിരിക്കും. ദ ബ്ലൂ അതിന്റെ ശബ്ദമോ? കാഴ്ചയ്ക്ക് ത്രില്ലിംഗ് തിയറി, പക്ഷേ തെളിവില്ല. ഒരു ഫോസിൽ പോലും പുതിയതായി കിട്ടിയിട്ടില്ല. ഓട്ടെ, ഒരു ക്ലിയർ സൈറ്റിംഗ് പോലുമില്ല. അതുകൊണ്ട് ഇത് തിയറിയായി മാത്രം നിന്നു. ഐസ്ബർഗ് തിയറി. പിന്നീട് റിസർച്ചേഴ്സ് ഡാറ്റ കമ്പയർ ചെയ്തു. അന്റാർട്ടിക്ക ഭാഗങ്ങളിൽ വലിയ ഐസ്ബർഗ്സ് പൊട്ടി നീങ്ങുമ്പോൾ വെള്ളത്തിനടിയിൽ ശക്തമായ ലോ ഫ്രീക്വൻസി സൗണ്ട്സ് ഉണ്ടാകാം. അതായത് ഐസും കൂട്ടി ഒരഞ്ഞതാകാം. ഒരു പ്രഷർ വന്നപ്പോൾ ഐസ് പൊട്ടിയതാകാം. കൂറ്റൻ ഷീറ്റുകൾ ചലിക്കുന്നതാണ്. ഇവ ക്രിയേറ്റ് ചെയ്യുന്ന സൗണ്ട്സ് ചിലപ്പോൾ ജീവിയുടെ വിളി പോലെ തോന്നാം. അങ്ങനെ ദ ബ്ലൂ ഐസ് ക്വാക്ക് ആകാമെന്ന് വിശദീകരിച്ചു. ഇത് ഒഫീഷ്യൽ എക്സ്പ്ലനേഷനായി പോപ്പുലറായി. പക്ഷേ മിസ്റ്ററി എന്തുകൊണ്ട്
ഇന്നും ലൈവായിട്ട് നിൽക്കുന്നു. എക്സ്പ്ലനേഷൻ ഉണ്ടായാലും എന്തുകൊണ്ട് ആളുകൾ ഇന്നും ദ ബ്ലൂപ്പിനെ ഓർക്കുന്നു? കാരണം നമ്മൾ കടലിനെ കുറിച്ച് വളരെ കുറച്ച് മാത്രമേ അറിയൂ. ഡീപ്പ് ഓഷൻ പ്രഷർ അത്ര ശക്തമാണ്, മെഷീൻസ് പോലും തകർന്നു പോകും. കടലിൽ സൂര്യപ്രകാശം എത്താത്ത മേഖലകളുണ്ട്. അവിടെ സ്ട്രേഞ്ച് ലൈഫ് ഫോംസ് ഉണ്ടെന്ന് നമുക്കറിയാം. പുതിയ സ്പീഷ്യസിനെ ഇന്നും കണ്ടെത്തുന്നു. അതുകൊണ്ട് ദ ബ്ലൂപ്പ് എക്സ്പ്ലെയിൻഡ് ആയാലും കടൽ അൺഎക്സ്പ്ലെയിൻഡ് തന്നെയാണ്. 1997 കേട്ട ആ ശബ്ദം ഐസ് ക്രാക്ക് ആയിരിക്കാം, പക്ഷേ അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വലിയ സത്യം. ഭൂമിയിലെ അവസാനത്തെ ഫ്രണ്ടയർ സ്പേസ് അല്ല, സമുദ്രത്തിന്റെ ഇരുട്ടാണ്. അവിടെ ഇന്നും നമ്മൾ കേൾക്കാത്ത ശബ്ദങ്ങളുണ്ടാകും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ദ ബ്ലൂ വെറും ഐ സൗണ്ടാണോ, അല്ലെങ്കിൽ കടലിന്റെ ആഴങ്ങളിൽ നിന്ന് വന്ന ഒരു വിളിയും?